ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ബേസിക് സയൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് രൂപത്തിനും ബലത്തിനും ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നിരവധി നമ്മുടെ സ്ട്രെങ്ത്തുമായിട്ടും അതേപോലെ തന്നെ ബോൺസുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ ഡിസ്കഷനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മിസ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലായോ? ഈ ഒരു ചിത്രത്തിലല്ലേ, നോക്കിക്കേ, ജഗതി ഭയങ്കര പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ചിത്രത്തിൽ? നമ്മൾ പൊതുവെ പറയും അല്ലെ, അയ്യോ കയ്യോ കാലോ ഒടിഞ്ഞ് പാവം കഷ്ടപ്പെട്ട് പോവാണെന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അസ്ഥിഭംഗം എന്നുള്ളതാണ്. എന്താ ഈ അസ്ഥിഭംഗം അഥവാ ബോൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശക്തമായിട്ടുള്ള ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളൽ ഉണ്ടാവുന്നതിനോ കാരണമാകും അല്ലെ. അത് ചിലപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിച്ചിട്ട് വീണിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതിനിടയിൽ വീണിട്ടാവാം, ചിലപ്പോൾ തെന്നി വീണിട്ടാവാം അല്ലെ. എങ്ങനെയും ഈ ബോണ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ശക്തമായിട്ടുള്ള ആഘാതം എപ്പോഴാണ് ഉണ്ടാവുന്നത്, അപ്പൊ എന്ത് ചെയ്യും? ഈ ബോണ് ഫ്രാക്ചർ ആവും. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിന് സ്ഥാനഭ്രംശം എന്നാണ് പറയുന്നത്. അപ്പോ സ്ഥാനം തെറ്റാറുമുണ്ട് അല്ലെ, അസ്ഥികളുടെ സ്ഥാനം മാറാറുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ അല്ലെ ചിരട്ട തെന്നിപ്പോയി എന്ന് കൊളോക്കിയലായിട്ട് പറയാറുണ്ട്. അതൊക്കെ എന്താണ് സത്യത്തിൽ? ഈ സ്ഥാനഭ്രംശമാണ്. സോ സ്ട്രോങ് ഇമ്പാക്ട് ക്യാൻ കോസ് ദ ബ്രേക്കിംഗ് ഓഫ് ബോൺസ് ഓർ അപ്പിയറൻസ് ഓഫ് fissures in the bones. Breaking of bones is called fracture. Sometimes the position of bone is changed. This is called dislocation. എന്താണ് ബോൺ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അല്ലെ, അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? ലൊക്കേഷനിൽ ചേഞ്ച് ഉണ്ടായി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഡിസ്ലൊക്കേഷൻ. അപ്പൊ ഇതുപോലെ ആരെങ്കിലും, ഈ കൂട്ടുകാരിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ ബോൺ ഫ്രാക്ചറോ ഡിസ്ലൊക്കേഷനോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ സ്പ്ലിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. സ്പ്ലിന്റ് ഈസ് എ സ്ട്രോങ് സപ്പോർട്ട് മെയ്ഡ് ഓഫ് വുഡ്, പ്ലാസ്റ്റിക് ഓർ മെറ്റൽ. ടൈങ് ദ ബ്രോക്കൺ പാർട്ട് യൂസിങ് എ സ്പ്ലിന്റ് ഹെൽപ്സ് ടു ബ്ലോക്ക് ഇറ്റ്സ് മൂവ്മെന്റ്. മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിന്റ്. കൈകാലുകളിൽ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിന്റ് വെച്ച് കെട്ടുന്നത് സഹായിക്കും. അപ്പോൾ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയാറ് അല്ലെ, ബോൺസിന്റെ ആരോഗ്യത്തിന് നമ്മൾ കാൽഷ്യം വേണമെന്നാണ് പറയാറ് അല്ലെ. അപ്പൊ അസ്ഥികളുടെ കാഠിന്യമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടത്തിൽ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കാൽഷ്യം, ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ നമ്മൾ കഴിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞതുപോലെ ബോൺ എന്ത് ചെയ്യുന്നത്? വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. പ്രായമായവരിൽ ശരീരത്തിനു വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്. ഇത് അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളും, മുട്ട, പാൽ, ചെറു മത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമായിട്ടുണ്ട്. അപ്പൊ കാൽസ്യത്തിന്റെ സ്രോതസ്, കാൽസ്യത്തിന്റെ ഗുളിക തന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്ന കേട്ടിട്ടില്ലേ? എന്തിനാ അത്? ബോണിന്റെ ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു തരത്തിലുള്ള ഗുളികകൾ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെ പെട്ടെന്ന് എല്ല് പൊട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, അതിനർത്ഥം എന്താണ്? കാൽഷ്യത്തിന്റെയോ ഫോസ്ഫറസിന്റെയോ കുറവുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഡോക്ടറെ കണ്ടിട്ട് അല്ലെ കൃത്യമായിട്ട് എന്താണോ നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലാത്തത് അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ. അപ്പൊ സ്പ്ലിന്റിനെ കുറിച്ചും നമ്മുടെ പ്ലാസ്റ്ററിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് ഏത് വിറ്റാമിൻ ആണ് വേണ്ടത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരിൽ എത്ര ബോൺസ് ആണുള്ളത്? എത്ര ബോൺസാണ് മനുഷ്യന്മാരിലുള്ളത്? 206. പൂർണ്ണ വളർച്ചയെത്തിയ ആളുകളിൽ 206 ബോൺസ് ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.